ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. അവിടെ ശ്രദ്ധിക്കാനുള്ളത് വസയുജന്ന, ആ നൂനിന് എന്ത് ചെയ്യണം? ഒരല്പം മണിച്ചുകൊണ്ട് പറയണം. വസയുജന്നബുഹൽ അത്ഖ. താ ഉച്ചരിക്കുമ്പോൾ അത്ത് എന്ന് തന്നെ ഉച്ചരിക്കണം. അത്ഖ. പിന്നെ അല്ലദീ, അവിടെ അല്ലദീയുത്തി, അവിടെ ശ്രദ്ധിക്കാനുള്ളത് മാലഹു രണ്ട് കതിർ നീട്ടിയാൽ മതി. മാലഹു യതസക്ക, യുത്തി രണ്ട്, മാലഹു രണ്ട്. പിന്നെ വമാലി അഹദിൻ, ആ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. വമാലി അഹദിൻ ഇൻദഹു, അഹദിൻ എന്നുള്ള കസ്ർ തൻവീൻ എന്ത് ചെയ്യണ്ട, മണിക്കാനൊന്നും പോകണ്ട, എന്ത് ചെയ്താൽ മതി, ഇൽഹാർ ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ ഓതണം? അഹദിൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ ഇൻദഹു, ആ നൂനിന് എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. ഹു രണ്ട് കതിർ നീട്ടണം. പിന്നെ മിൻ നിഅമത്തിൻ, അവിടെ ആ നൂനിനെ അടുത്ത നൂനിലേക്ക് ഇദ്ഗാം ചെയ്ത് ഉന്നത്തോടു കൂടി ഓതണം. അപ്പോൾ മിൻ നിഅമത്തിൻ. പിന്നെ തിൻ എന്നുള്ള കസ്ർ തൻവീൻ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. മിൻ നിഅമത്തിൻ തുജ്സ, നിഅമത്തിൻ തുജ്സ. പിന്നെ ഇല്ലബ്തിഗാഅ, ഇല്ലബ്തിഗാഅ, അവിടെ ഇല്ല കഴിഞ്ഞിട്ട് അലിഫിന് ഉച്ചാരണമല്ല, ആദ്യത്തെ ഇല്ലക്ക് ഉച്ചാരണമുണ്ട്. പിന്നെ വൈൻ എന്ത് ചെയ്യണം? 4 മുതൽ 6 കതിർ വരെ നീട്ടണം. അപ്പോൾ ഓതേണ്ടത്
ഇല്ല ഇബ്തിഗാഅ. പിന്നെ വജ്ഹി റബ്ബിഹിൽ അഅല, വജ്ഹി റബ്ബിഹിൽ അഅല. പിന്നെ വലസൗഫ യർളാ. അപ്പോൾ പിന്നെ ഒരു ഇതുള്ളത് നിഅമത്തിൻ, അത് നല്ലോണം ശ്രദ്ധിക്കണം. നിഅമത്തിൻ തുജ്സ. പിന്നെ ഇല്ല ഇബ്തിഗാഅ, അത് നീട്ടുമ്പോൾ നമ്മളെന്നും പഠിക്കണ തജ്വീദ് തന്നെയാണ്. വേറെ എന്തെങ്കിലും ഉണ്ടായില് ഉണ്ടോ? ഓക്കെ, എന്നാ അർത്ഥം പറഞ്ഞോളി. വസയുജന്നബുഹൽ അത്ഖ എന്ന് പറഞ്ഞാല് വസയുജന്നബുഹ, വസ എന്ന് പറഞ്ഞാല് വസയുജന്നബുഹൽ അത്ഖ, അതിൽ നിന്ന് അകറ്റി നിർത്തപ്പെടും. ആര്? അൽ അത്ഖ, പരമഭക്തനായ ആളുകളെ, മനുഷ്യരെ അതിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്ന. ഏതിൽ നിന്നാണത്? എന്താണ് ഇപ്പം നമ്മളെ വിഷയം? ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖ, പിന്നെ ദൗർഭാഗ്യവാനാണ് ഏതിൽ പ്രവേശിക്കുക? നരകത്ത് പ്രവേശിക്കുക. അതിൻ്റെ നേരെ എതിര് വസയുജന്നബുഹൽ അത്ഖ, പരമഭക്തനായ മനുഷ്യനെ ആ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്ന. ജന്നബ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് ആക്കുക, അതിനാണ് ജന്നബ എന്ന് പറയുന്നത്, ഒരു ജാനിബിക്ക് ആക്കുക. വസ എന്ന് പറഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ അള്ളാഹു പരലോകത്ത് വെച്ച് ചെയ്യുന്ന പരിപാടിയാണെന്ത്. അതുകൊണ്ടാണ് പിന്നീട് ആ സീൻ അവിടെ കൊണ്ടുവരാൻ കാരണം. വസയുജന്നബുഹ, ഹ എന്ന് പറഞ്ഞാൽ നരകം, ആ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടും. ആരെ? അത്ഖ, ഏറ്റവും ഭക്തനായ ആളെ. അയാളുടെ സ്വഭാവം എന്താ? അല്ലദീ യുഅ്തി മാലഹു, അയാൾ തൻ്റെ സമ്പത്ത് നൽകുന്നു. യതസക്ക, പരിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയിട്ട് നൽകുന്നു. അയാളുടെ സമ്പത്ത് നൽകുമ്പോൾ അയാളുടെ ഉദ്ദേശം എന്താണ്? എൻ്റെ സമ്പത്തിനും എൻ്റെ ശരീരത്തിനും ഒക്കെ തസ്കിയത്ത് കിട്ടണം, പരിശുദ്ധി ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി അയാൾ സമ്പത്ത് ചെലവഴിക്കുന്നു. വമാലി അഹദിൻ ഇൻദഹു, അയാളുടെ അടുക്കൽ ഒരാൾക്കും തന്നെ ഇല്ല. മിൻ നിഅമത്തിൻ, ഒരു അനുഗ്രഹവും, തുജ്സ, പ്രത്യുപകാരം ചെയ്യേണ്ടതായ ഒരു അനുഗ്രഹവും ഒരാൾക്കും തന്നെ ഇല്ല. ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല, അത്യുന്നതനായ രക്ഷിതാവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ അയാൾ ചെലവഴിക്കുന്നുമില്ല. വലസൗഫ യർള, വഴിയെ അയാൾ തൃപ്തിപ്പെടും. തിരിച്ചു വരാം. അള്ളാഹു പറഞ്ഞത് വസയുജന്നബുഹ, ആ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തും എന്ന. ജന്നബ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ജന്നബ, ഇതാണ് ശരിക്കും പദം. ജന്നബ ഒരു ഭാഗത്തേക്കാക്കാന്ന. അതിൻ്റെ പ്രസന്റ് ടെൻസ് ആണേത്? യുജന്നിബു. അതിൻ്റെ മജ്ഹൂലായ രൂപമാണേത്? യുജന്നബു. നിങ്ങൾക്ക് ഈ കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം ഒക്കെ അറിയും നിങ്ങൾക്ക്? ഇല്ല, അത് പറഞ്ഞിട്ട് കാര്യമല്ല അല്ലേ? മാതി മുതാരിയല്ല, മാതി മുതാരിയിൽ കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ സെയ്ദിനെ കൊന്നു എന്നെങ്ങനെ പറയാ? ഐവ കതൽത്തു സെയ്ദൻ. ഞാൻ സെയ്ദിനെ കൊന്നു എന്നുള്ളതിന് കതൽത്തു സെയ്ദൻ അല്ലേ? കതൽത്തു സെയ്ദൻ. നമ്മളത് ഒരു ഒരേപോലെ ഖതല ഫുലാനൻ എന്നാക്കി നമ്മൾ അല്ലേ? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊന്നു എന്നുള്ളിടത്ത് ഖതല ഫുലാനൻ എന്നാണ് എഴുതുക അറബിയിൽ. അപ്പോൾ ഇവിടെ കൊന്ന ഒരു വ്യക്തിയുണ്ട്, അതിന് മുഹമ്മദ് ആണെങ്കിൽ മുഹമ്മദ്, ഇവിടെ സെയ്ദാണെങ്കിൽ സെയ്ദ്. അപ്പോൾ മുഹമ്മദ് സെയ്ദിനെ കൊന്നു. അപ്പോൾ ഇതിൽ ആര് പറഞ്ഞിട്ടുണ്ട്? കർത്താവിനെ പറഞ്ഞിട്ടുണ്ട്, ഫായിലിനെ പറഞ്ഞിട്ടുണ്ട്, സബ്ജക്റ്റിനെ പറഞ്ഞിട്ടുണ്ട്. ആ സബ്ജക്റ്റിനെ പറഞ്ഞ
പിന്നെ സെൻറ്റൻസിനാണ് എന്ത് പറയുക, കർത്തരി പ്രയോഗം. എന്നാൽ ചിലപ്പം ഇന്നാളെ കൊന്നു എന്നല്ല പറയാം, അയാൾ കൊല്ലപ്പെട്ടു എന്നാ പറയാം. അപ്പം എന്താവും, ഈ ഫുലാൻ ഉണ്ടാവില്ല. അതിൻ്റെ സ്ഥാനത്ത് കുത്തില ഫുലാനുൻ അല്ലെങ്കിൽ കുത്തില ജെയ്ദുൻ എന്നാണ് ഉണ്ടാവുക. കുത്തില ജെയ്ദുൻ. അതിനാണ് കർമ്മണി പ്രയോഗം എന്ന് പറയുന്നത്. അപ്പം മലയാളത്തിൽ കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം എന്ന രണ്ട്. ഇതേപോലെ എന്തെങ്കിലും പിടുത്തം കിട്ടിയ നിങ്ങൾക്ക് ഇല്ലേ? ഇല്ല, എന്നാ ഒന്ന് കൂടി. അത് പഠിച്ചാലിപ്പോൾ സംഗതി അണക്കൂ. അത് റിവൈസ് ചെയ്തതാ. എന്നാ ഒന്നുകൂടി. ഇതിപ്പോൾ എന്താ, കത്തല അല്ലേ? ആരാ കൊന്നൊരാളുണ്ടാവില്ലേ? ആരാ ഒരാളെ പേര് പറഞ്ഞോളൂ, നിങ്ങൾ ഇഷ്ടമല്ലേ? ഹുസൈൻ എന്നായിക്കോട്ടെ, അത് ഹരത്തിനാക്ക. ഹുസൈൻ ആരെ കൊന്നേ? ഷൗക്കത്ത. ഇനി നോക്കിയോളിട്ടോ. കത്തല ഹുസൈൻ ഷൗക്കത്ത. ഇനി കത്തല പോയിട്ട് അത് കുറച്ച് ഭീകരാണെങ്കിൽ ആട് മാറ്റി ലറബയാക്കുക, നമ്മൾ അടിച്ചു നോക്കുക. എന്നാ പിന്നെ അത്ര പ്രശ്നം ഉണ്ടാവില്ല. ലറബ ഹുസൈൻ ഷൗക്കത്ത. ഹുസൈൻ ഷൗക്കത്തിനെ അടിച്ചു അല്ലേ? ചിലപ്പം ഹുസൈൻ വളരെ ഫേമസ് ആവും. അപ്പോൾ പത്രത്തിലൊക്കെ വരുമ്പോൾ അയാളെ പേര് കൊടുക്കണത്, അയാൾ ചിലപ്പോൾ മന്ത്രിയൊക്കെ ആവും, ഒരു പ്രസ്ഥാനത്തിൻ്റെ മന്ത്രിയൊക്കെ ആവും. അപ്പോൾ അയാളെ പേര് കൊടുക്കുമ്പോൾ അതൊരു നാണക്കേടാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഹുസൈനോട് മാറ്റിയിട്ട് ദുരിബ ഷൗക്കത്തൂന്ന് എഴുതും. ഷൗക്കത്തിന് അടിയിട്ടി. നേരത്തെ ഷൗക്കത്തിനെ ഇന്ന ആളെ അടിച്ചു. അപ്പം ആ അടിച്ച ആളെ പറയാതെ ഷൗക്കത്തിന് അടി കിട്ടി, ദുരിബ. അപ്പം ലറബ ദുരിബയാവും. അപ്പം ഈ സബ്ജക്റ്റും ഒബ്ജക്റ്റും പറഞ്ഞ ആ സെൻറ്റൻസിനെയാണ് കർത്തരി പ്രയോഗം എന്ന് പറയുന്നത്. പിന്നെ സബ്ജക്റ്റ് പറയാതെ, ഫായില് പറയാതെ ആ കർമ്മത്തെ മാത്രം എടുത്തു കൊണ്ടുവരുന്നതിനാണ് എന്ത് പറയാ, പിന്നെ ഷൗക്കത്തിന് അടി കിട്ടി എന്ന്, അടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അടി കിട്ടി എന്ന് പറയുന്ന പ്രയോഗമാണിത്, കർമ്മണി പ്രയോഗം. ഏകദേശം കിട്ടി നിങ്ങൾക്ക്? അതിന് അത്ര മനസ്സിലാക്കിയാൽ മതി. കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അതിലെന്തുണ്ട്, ഒന്നിൽ സബ്ജക്റ്റ് ഉണ്ടാവും, മറ്റേതിൽ സബ്ജക്റ്റ് ഉണ്ടാവില്ല. ഇതാണ് ഇപ്പം നമ്മളെ വിഷയം. ഇനി അതേപോലെയാണത് വസയുജന്ന. ജന്നബ എന്ന് പറഞ്ഞാൽ അകറ്റി നിർത്തുക. ആര്? അല്ലാഹു തആല. ഇനി അതിൻ്റെ മുലാരിയാണ്, പ്രസന്റ് ടെൻസ് ആണ് യുജന്നിബു. അതിൻ്റെയും പിന്നെ കർമ്മണി പ്രയോഗമാണ് യുജന്നബു. മനസ്സിലായ നിങ്ങൾക്ക്? വസയുജന്നബു, അകറ്റി നിർത്തപ്പെടും. അള്ളാഹു അകറ്റി നിർത്തുമെന്ന് പറയുന്നതിന് പകരം അകറ്റി നിർത്തപ്പെടും. ആ നരകത്തിൽ നിന്ന്. ആര്? അൽ അത്ക, ഏറ്റവും സൂക്ഷ്മത പാലിക്കുന്ന പരമഭക്തരായ ആളുകൾ അതിൽ നിന്ന് അകറ്റി നിർത്തപ്പെടും. അപ്പം കർമ്മണി പ്രയോഗമാണ് വസയുജന്നബുഹ എന്നുള്ളത് എന്ന് പറയാനാണ് ഇപ്പം ഇത്രയും വിശദീകരിച്ച്. അത് നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവണം, നല്ലതാണ്. പിന്നെ വസയുജന്നബുഹൽ അത്ക. ഇനി ആരായി അത്ക എന്നറിയണത്? തഖി എന്ന് പറഞ്ഞാൽ എന്താ? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? ഭക്തി അല്ലേ? ഭക്തിയുള്ള ആൾക്ക് എന്താ പറയാ? നിങ്ങൾ കേട്ടില്ലേ തഖിയുദ്ദീൻ എന്നൊക്കെ? തഖി എന്നാ പറയാ, ഭക്തിയുള്ളവൻ. തഖ്വ ഭക്തി, ഭയം അല്ലേ? തഖി എന്ന് പറഞ്ഞാൽ ഭക്തിയുള്ളവൻ, തഖ്വയുള്ളവൻ. മുത്തക്കി എന്നൊക്കെ പറയും. തഖി എന്നാണ് അതിൻ്റെ 3 അക്ഷരമുള്ള ഫീൽ നിന്ന് വരുന്ന തഖി എന്നാ. അപ്പോൾ അത് ഏറ്റവും അതിൻ്റെ പാരമ്യതയിലുള്ള ആൾക്കാണ് എന്ത് പറയാ? അത്ക. ഈ തഖി തന്നെ ഏറ്റവും കൂടുതൽ തഖ്വ ഉള്ളവൻ. അതിൻ്റെ ഈ തഖീൻ്റെ സൂപ്പർലെറ്റീവ് ഫോമാണ് ഇത്, അത്ക. അപ്പോൾ ഏറ്റവും സൂക്ഷ്മത പാലിക്കുന്നവൻ, ജീവിതത്തിൽ ഏറ്റവും സൂക്ഷ്മത പാലിക്കുന്നവൻ ആ നരകത്തിൽ നിന്ന് അകറ്റപ്പെടും. മുത്തക്കി പറഞ്ഞാലും സൂക്ഷ്മത പാലിക്കുന്ന, അവിടെ ഏറ്റവും അർത്ഥമല്ല, ഏറ്റവും അർത്ഥമല്ല. മുത്തക്കി എന്ന് പറഞ്ഞാൽ സ്വയം സൂക്ഷ്മത പാലിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട്. അതുപോലെ മലയാളത്തിൽ വിവർത്തനം ചെയ്യുമ്പോൾ സൂക്ഷ്മത പാലിക്കുന്നവൻ, ഭക്തിയുള്ളവൻ എന്നാണ് പറയാറുള്ളത്. ഇവിടെ
തഖിയ് എന്നതിൻ്റെ സൂപ്പർലെറ്റീവ് ഫോമാണ്, ഇസ്മു തഫ്ലീലാണ് അത്ഖ. ഏറ്റവും നന്നായി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവൻ. അഥവാ അതിനാണ് നമ്മൾ മലയാളത്തിൽ എന്ത് പറയും, പരമഭക്തൻ എന്ന് നമ്മൾ മലയാളത്തിൽ വിവർത്തനം ചെയ്യുമ്പോൾ പറയണതാ അല്ലേ. ഏറ്റവും നന്നായി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവൻ ആ നരകത്തിൽ നിന്ന് അകറ്റപ്പെടും. ഇനി മുഫസ്സിറുകൾ അതിനെ സംബന്ധിച്ച് പറയുന്നത്, ഇവിടെ പറഞ്ഞിട്ടുള്ള അത്ഖ എന്ന് പറയുന്നത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നാണ്. കാരണം അദ്ദേഹത്തെ പറ്റി അത് പറയാനുള്ള കാരണം, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ സ്വഭാവത്തിൽ ഈ രംഗം നമുക്ക് ഇനി അടുത്ത ആയത്തിൽ പറയുന്നതാ, അവിടെയും അറ്റാച്ച് ചെയ്യുമ്പോൾ അത് കിട്ടുള്ളൂ. അല്ലദീ യുഅ്തി മാലഹു യതസക്ക. ആ പരമഭക്തന്റെ സ്വഭാവം അള്ളാഹു ഇവിടെ എടുത്തു പറഞ്ഞത് അല്ലദീ യുഅ്തി മാലഹു, തൻ്റെ സമ്പത്ത് പരിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നവൻ. സമ്പത്ത് പല ഉദ്ദേശത്തിനും നമ്മൾ ചെലവഴിക്കും, പല കാര്യത്തിനും ചെലവഴിക്കും അല്ലേ. മക്കായിലെ മുശ്രിക്കുകളും ധാരാളം ദാനം നൽകിയിനി. ഒരു ദാനം നൽകാത്തവരൊന്നുമല്ല, സദഖ കൊടുക്കാത്തവരൊന്നുമല്ല. ഒരു നല്ല പാവങ്ങളെ സഹായിക്കും, ദാനം കൊടുക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഞാനാണ് ഏറ്റവും കൂടുതൽ ദാനം ചെയ്തവൻ എന്ന ആ ഫഖ്റ് നടിക്കാനാണ്, ആ ദുരഭിമാനം നടിക്കാനാണ് അവർ ചെലവഴിച്ചിരുന്നത്. അല്ലെങ്കിൽ എൻ്റെ പേര് അതിൽ ഒന്നാമത്തവനായി, ഏറ്റവും കൂടുതൽ ദാനം ചെയ്തവൻ ഞാനാണ്, എൻ്റെ പേര് ഒന്നാമതായി വരണം എന്ന ആ ഫഖ്റ് കാണിക്കാനും ഇജ്ജത്ത് കാണിക്കാനുമാണ് അവർ ദാനം ചെയ്തത്. ഇതല്ല ഉദ്ദേശം. എന്ത്? ദാനം കൊടുക്കുമ്പോൾ ഉണ്ടാവേണ്ട ഉദ്ദേശം യതസക്ക, ആ കൊടുക്കുന്ന ആളുടെ പരിശുദ്ധി. 2, ആ സമ്പത്തിൻ്റെ പരിശുദ്ധി. പിന്നെ 3, അള്ളാഹു നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ ദീന്, സമ്പത്ത്, കുടുംബം, ഇതൊക്കെ അതിൻ്റെയൊക്കെ പരിശുദ്ധി. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടോ അതിൻ്റെയൊക്കെ പരിശുദ്ധിയാണ് ആ സമ്പത്ത് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാവേണ്ടത്. ഈ ഒരു സ്വഭാവം ആരിലുണ്ടായിരുന്നു? മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുഫസ്സിറുകൾ അദ്ദേഹമാണ് ഇവിടെ അത്ഖ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഈ സ്വഭാവമുള്ള എല്ലാവരും എന്താവും? നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടും എന്നാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിനെ പറ്റി ഇമാം ബുഖാരി, മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം. ഒരിക്കൽ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അബ്ദുല്ലാഹ് ബിൻ അംറിനോട് മുശ്രിക്കുകൾ ചെയ്തിട്ടുള്ള ഏറ്റവും കഠോരമായ ഒരു കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അയാൾ പറയാണ്, ഞാൻ ഉഖ്ബത്ത് ബിൻ മുഅയ്ത്ത് എന്ന് പറയുന്ന ഒരു മുശ്രിക്കിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ എന്താണ് കഴുത്തിൽ കുടൽമാല കൊണ്ടുവരുന്ന ഒരു രംഗം വിവരിക്കുന്നുണ്ട് അല്ലേ. നബി ഇങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുപോയിട്ട് നബിൻ്റെ ഇതിലുണ്ട്, കഴുത്തിലിടുന്നുണ്ട് സുജൂദ് ചെയ്യുമ്പോൾ. അങ്ങനെ നബിക്ക് എണീക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്ത് ചെയ്തത്? ഓടി വന്നുകൊണ്ട് ആ കുടൽമാല എടുത്തു മാറ്റിയത്. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എന്ത്? അത്ഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ് വഖദ് ജാഅക്കും ബിൽ ബയ്യിനാതി മിർ റബ്ബിക്കും. എൻ്റെ രക്ഷിതാവ് അള്ളാഹു ആണ് എന്ന് പറഞ്ഞ് നിങ്ങളൊരു മനുഷ്യനെ കൊല്ലുകയാണോ കൂട്ടരെ എന്നാര് ചോദിക്കുന്നുണ്ട്? ധൈര്യസമേതം അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ധീരത കണക്കിലെടുത്തുകൊണ്ട് പ്രവാചകന്റെ ഏറ്റവും അടുത്ത ഭക്തനായ ആള് എന്ന അർത്ഥത്തിനാണ് അത്ഖ എന്നിവിടെ പറയുന്നത് എന്ന് ചില മുഫസ്സിറുകൾ വിവരിക്കണ കാണാം. മാത്രമല്ല, മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നുള്ള. ഒരിക്കൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്? അപ്പോൾ ആയിഷ ബീബി പറയാണ്, എന്ത്? പുരുഷന്മാരിൽ നിന്ന് നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മഹാനായ എൻ്റെ പിതാവ് അബൂബക്കർ റളിയല്ലാഹു ആണ്. ആയിഷ ബീബിയുടെ പിതാവാണല്ലോ ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലേ. പിന്നെ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ആണ് എന്ന് ആയിഷ ബീബി മറുപടി പറയുകയുണ്ടായി എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും കാണാം. അതേപോലെ തന്നെ നബിയോടൊപ്പം എല്ലാ സമയത്തും സഹവസിക്കുകയും നബിയെ പരിചരിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് ആര്? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്നുണ്ട്,
ഞാൻ ഒരാളെ ഖലീലായി സ്വീകരിക്കുമായിരുന്നെങ്കിൽ മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിനെ ഖലീലായി സ്വീകരിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം അത്രയും അടുത്ത ബന്ധവും സഹവാസവുമുള്ള വ്യക്തിയാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗശയ്യയിൽ കിടക്കുമ്പോൾ, അവസാന സമയത്ത് രോഗശയ്യയിൽ കിടക്കുമ്പോൾ പിന്നെ നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നത് ആരോടാ? അബൂബക്കർ റളിയല്ലാഹുവിനോട്. അപ്പം ആയിഷ ബീബി ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ വാപ്പ നിസ്കരിക്കാൻ നിന്നാൽ എന്ത് ചെയ്യും? ആ നമസ്കാരത്തിൽ ഖിറാഅത്ത് കേൾക്കാൻ കഴിയില്ല. കാരണം അപ്പോക്കിന് ഖുർആൻ ഓതുമ്പോത്തിന് അയാൾക്ക് കരച്ചിൽ വരും എൻ്റെ ഒപ്പക്ക്. അതുകൊണ്ട് നിങ്ങൾ വേറെ ആരും നിർത്തുന്ന. അപ്പോൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുർ അബൂബക്കറ യുസല്ലി, അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയിട്ട് നമസ്കരിക്കട്ടെ. വീണ്ടും ഇത് പറഞ്ഞപ്പോൾ വീണ്ടും നമസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ആ നമസ്കരിക്കാൻ പോലും, നബിയുടെ സ്ഥാനത്ത് നമസ്കരിക്കാൻ പോലും കൽപ്പിച്ചിരുന്ന വ്യക്തിയാണ് ആര്? അത്ര സഹവാസമുള്ള വ്യക്തിയാണ്, നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആ അബൂബക്കർ റളിയല്ലാഹുവിനെ പറ്റിയാണ് അത്ഖ എന്നിവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് ചില മുഫസ്സിർ. ഈ സ്വർഗ്ഗത്തിൽ എല്ലാവർക്കും ഓരോ കൂട്ടുകാരുണ്ടാവും പറഞ്ഞല്ലോ. അപ്പോൾ അലിസ്ലാം പറഞ്ഞിട്ടുണ്ട് എന്റെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരൻ ഉസ്മാൻ എന്നാണ്. ഐഷിയാക്കളുടെ ഒരു ഇതാണത്. അത് ഇവിടെയും പറയുന്നുണ്ട്. പിന്നെ അലി റളിയല്ലാഹു ആണ് പിന്നെ അത്ഖ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അശറത്തുൽ മുബശ്ശിരീങ്ങൾ പെട്ടവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടാവും. സഹാബാക്കളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടാവും. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മറുപടി പറയുന്നുണ്ട്. ഒരിക്കൽ സൗബാൻ റളിയല്ലാഹു അൻഹു, നബിക്ക് സേവനം ചെയ്യുന്ന വ്യക്തിയാണ് ആര്? സൗബാൻ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഉളു ഉണ്ടാക്കുമ്പോൾ വെള്ളമൊക്കെ എടുത്തു കൊടുക്കണ അത്തരം സേവനം ചെയ്യണ ഒരു വ്യക്തിയാണ്. അപ്പം നബി ഒരിക്കൽ നബിനെ കാണാതായപ്പോൾ പിന്നെ സൗബാൻ റളിയല്ലാഹു, ഒരിക്കൽ നബി പുറത്തു പോയപ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹു പുറത്തു പോയി ഇങ്ങനെ തരീനുണ്ട്. അങ്ങനെ പള്ളിയിലെത്തിയപ്പോൾ പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. അപ്പോൾ സൗബാൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വിവരണമായിരുന്നു. സാധാരണ കാണുന്ന രൂപത്തിൽ ഒരു സന്തോഷമൊന്നുമില്ല. എന്താ എന്നെങ്ങനെ ദുഃഖിപ്പിക്കുന്ന രൂപത്തിൽ കാണുന്ന സൗബാനെ എന്ന് ചോദിച്ചപ്പം അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ താങ്കളെ ഓർത്തുപോയി അല്ലേ? താങ്കളെ ഓർത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മരണത്തെപ്പറ്റി ഓർത്തുപോയി എന്നാ. മരണത്തെപ്പറ്റി ഓർത്തപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, താങ്കൾ മരിച്ചാൽ സ്വർഗത്തിൻ്റെ ഉന്നതമായ പിന്നെ സ്ഥാനത്തും അലാ ദറജയിലും, ഇനി ഞാൻ മരിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് തന്നെ അറിയില്ല. സ്വർഗത്തുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒക്കെ താഴെ പദവിയിലാകുമല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചു നേരം ഇങ്ങനെ തല താഴ്ത്തി എന്നിട്ട് പറഞ്ഞു, എന്താ സൂറത്തു നിസായിൽ ഒരു വചനമുണ്ട്. എന്താണത്? ആ വചനം എന്താണ്? മിനസ്സുദ്ദീഖീനവൻ വശുഹദായി വസ്വാലിഹീന എന്ന് തുടങ്ങണതിൻ്റെ ആരംഭത്തിലുള്ള വഹസുന ഉലായിക റഫീഖ എന്നാണ് അതിൻ്റെ അവസാനം. എന്ന് പറഞ്ഞാൽ ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നത്, വമൻ യുതഇല്ലാഹ വറസൂല എന്നാണ് ആയത്ത് തുടങ്ങുന്നത്. അപ്പോൾ അള്ളാഹുവിനെയും റസൂലിനെയും ഒക്കെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ നാളെ പരലോകത്ത് എവിടായിരിക്കും? ആ പ്രവാചകന്മാരോടൊപ്പം, ആ ശുഹദാക്കളോടൊപ്പം, ആ സച്ചരിതരായ ആളുകളോടൊപ്പം ആയിരിക്കും. അവരെത്ര നല്ല കൂട്ടുകാർ. അപ്പം ഈ സൗബാൻ റളിയല്ലാഹു അൻഹുവിന് മറുപടി നൽകിയത്, അയാൾ നബിക്ക് സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് പോലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഇത്തിബായി ചെയ്യുന്ന ആളുകളൊക്കെ എന്തു ചെയ്യും? പ്രവാചകനോടൊപ്പം ആ സ്വർഗത്തിലുണ്ടാവുന്ന. അപ്പം നമ്മളും ശരിക്കും ആ ഇത്തിബാവോട് കൂടി ജീവിച്ചാൽ, പ്രവാചകനെ മഹബത്ത് ചെയ്ത് ജീവിച്ചാൽ അവിടെ ഉണ്ടാവും എന്നാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ പലതും ആളുകൾ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് എന്താണ്? പിന്നെ ഷിയ ദീന്ന് വരുന്ന ഓരോരോ അല്ല, ഉസ്മാൻ റളിയല്ലാഹുവിനോട് വെറുപ്പ് തന്നെയാണ്. ഒരു അലി റളിയല്ലാഹുവിനെയാണ് എടുത്തു പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ അത്ഖ തന്നെ പറയുന്നുണ്ട്. കേവലം ഉസ്മാൻ റളിയല്ലാഹുവിന് മാത്രമല്ല, ഈ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട എല്ലാവരും നബിയോടൊപ്പം ഉണ്ടാവും. അതോടൊപ്പം പ്രവാചകനെ മഹബത്ത് ചെയ്ത് ഓരോന്നിനും ഓരോ ദർജ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ സ്നേഹിക്കണം അതേപോലെ ആവില്ല. പിന്നെ സഹാബത്ത് സ്നേഹിച്ച വ്യത്യാസം ഉണ്ടാവും, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വ്യത്യാസം ഉണ്ടാവും. നമുക്കിപ്പോൾ അത്ര ഈമാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ആ സ്വർഗത്തിലെ പദവിയും വ്യത്യാസപ്പെടും. പിന്നെ നമുക്ക് സ്വർഗം കിട്ടുമെന്ന് നമുക്ക് എങ്ങനെ അറിയാം? അതന്നെ അറിയില്ല, അത് വേറെ കാര്യം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാന്നല്ലാതെ. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ മസ്ജിദ് നബവിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ സഹാബത്തിനെ ഇരുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്,
5 ചോദ്യം 4 ചോദ്യമൊക്കെയാണ് ചോദിക്കുന്നത്. അതിലൊന്നാമത്തെ ചോദ്യം, ഇന്ന് ആരാണ് നോമ്പനുഷ്ഠിച്ചിട്ടുള്ളത്? അപ്പം അവിടെ നിന്ന് എണീറ്റിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു യാ റസൂലല്ലാഹ്, തിരുദൂതരെ ഞാൻ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. സുബഹിസ്കാരം കഴിഞ്ഞിട്ടാട്ടോ ഇത് ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഫമൻ തബിഅ മിൻകും അൽയൗമ ജനാദ, ആരാണ് ഇന്നത്തെ ദിവസം ഒരു ജനാസയെ പിന്തുടരുന്നത്? അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? യാ റസൂലല്ലാഹ്. മൂന്നാമത്തെ ചോദ്യം, മൻ അത്അമ മിൻകും അൽയൗമ മിസ്കീന, നിങ്ങളിൽ ആരാണ് ഒരു പട്ടിണി പാവത്തിന് നിന്ന് ഭക്ഷണം കൊടുത്തത് എന്ന് ചോദിക്കേണ്ടത്? അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ മുൻനിരയിൽ നിന്നിട്ട് പറഞ്ഞു യാ റസൂലല്ലാഹ്. നാലാമത്തെ ചോദ്യം, ഫമൻ ആദ മിൻകും അൽയൗമ മരീള, ഒരു രോഗിയെ സന്ദർശിച്ചത് ആരാണ്? അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു യാ റസൂലല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വമജ്തമഅന ഫീ ഇംരിഹിൻ, ഈ സ്വഭാവങ്ങളൊക്കെ ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ ഇല്ലാ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന്. ഇവിടെ നമ്മളെ ചിന്തിപ്പിക്കണ വിഷയം, സുബ്ഹി നമസ്കാര സമയം കഴിഞ്ഞതിന് മുമ്പ്, ആ സുബ്ഹി നമസ്കാരം പ്രഭാതത്തിലെ നമസ്കാരം കഴിയുന്നതിന് മുമ്പ് മഹാനായ അബൂബക്കർ ഇത്രയും വലിയ കർമ്മങ്ങൾ ചെയ്തിന്. ഏതൊക്കെ? നോമ്പ് നോറ്റിട്ടുണ്ട്, പിന്നെന്താണ്, ജനാദയെ പിൻപറ്റിയിട്ടുണ്ട്, രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്, ഒരു പട്ടിണി പാവത്തിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അല്ലേ? അപ്പം ആലോചിച്ചു, നമ്മളൊക്കെ സുബിക്ക് എണീക്കുവോ? അതന്നെ വിഷയം. പട്ടിണി പാവൊക്കെ അവിടെ നിൽക്കട്ടെ, അല്ലേ? നമ്മൾ എണീക്കുവോ? ഇല്ല. നമ്മളൊരു ജമാഅത്തിന് പോവോ? സമയത്തിന് നിസ്കരിക്കുമോ? അപ്പം ഞാനൊക്കെ ഇല്ല, അല്ലേ? അതാണ്. അപ്പം അള്ളാന്റെ റസൂല് വസയുജന്നബുഹൽ അത്ഖാ, ഏറ്റവും പരമഭക്തനായ ആ ഭക്തിയുള്ള മനുഷ്യനെ ആ നരകത്തിൽ നിന്ന് അള്ളാഹു അകറ്റി നിർത്തും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവുമോ? അതാണ് ചിന്താവിഷയം. അതാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കണം. മാത്രമല്ല, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പിന്നെ ഓരോ വിഭാഗം ആളുകൾക്കും സ്വർഗത്തിൻ്റെ ഓരോ റൂട്ടിലൂടെ, ഓരോ ബാബിലൂടെ, സ്വർഗത്തിന് ഒരുപാട് ബാബുകളുണ്ടെന്നാ, ആ ബാബിലൂടെ എങ്ങനെ ആ സ്വർഗത്തിലേക്ക് കയറ്റപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ രണ്ട് ഭാര്യമാർക്ക് പിന്നെ ചെലവിന് കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് സ്വർഗത്തിൻ്റെ ഗേറ്റിലൂടെയൊക്കെ കടന്നു പോവാം എന്നുള്ളത്. പിന്നെ നബി പറയാണ്, ഒരാൾ നമസ്കാരക്കാരനാണ്, ആ നമസ്കാരക്കാരനാണെങ്കിൽ നമസ്കാരം എന്ന ഗേറ്റിലൂടെ അയാൾ കടന്നു പോകുന്ന. ഒരാൾ നോമ്പുകാരനാണെങ്കിൽ അയാൾ റയ്യാൻ എന്ന് പറയുന്ന ആ നോമ്പിൻ്റെ ഗേറ്റിലൂടെ കടന്നു പോകുന്ന. ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത ആളാണെങ്കിൽ അയാൾ ജിഹാദിൻ്റെ മാർഗത്തിലൂടെ ആ ഗേറ്റിലൂടെ കടന്നു പോകും എന്നുള്ളത്. ഒരാൾ സദക്ക കൊടുക്കുകയാണ്, ദാനധർമ്മം കൊടുക്കുന്ന ആളാണെങ്കിൽ സദക്കയുടെ ഗേറ്റിലൂടെ സ്വർഗത്ത് കടന്നു. അപ്പം ആ കൂട്ടത്തിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു എണീറ്റിരുന്നിട്ട് ചോദിക്കുകയാണ്, അള്ളാഹിൻ്റെ റസൂലെ, അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, തിരുദൂതരെ, ഈ ഗേറ്റിലൂടെ ഒക്കെ കടന്നു പോകണ ആരെങ്കിലും ഉണ്ടാവോ റസൂലേ എന്ന് ചോദിച്ചപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം അർജു അൻ തകൂന മിൻഹും, ഈ ഗേറ്റിലൂടെ ഒക്കെ കടന്നു പോവാൻ താങ്കൾ അങ്ങനെയുള്ളവനാവട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഗേറ്റിലൂടെയൊക്കെ കടന്നു പോകും എന്നുള്ള. അപ്പം നമ്മുടെ ചിന്താ വിഷയം വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുഅ്തി മാലഹു യതദക്ക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഭക്തരായ ആളുകളെ ആ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ആ ഭക്തരായ ആളുകളുടെ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എണ്ണിയത് സമ്പത്ത് ദാനം ചെയ്യുന്നവനാണ് എന്നുള്ളതാണ്. എത്രയോ കാര്യങ്ങളുണ്ട്. നമസ്കാരമുണ്ട്, അതിവിടെ എടുത്തു പറഞ്ഞില്ല. നോമ്പുണ്ട്, അതിവിടെ എടുത്തു പറഞ്ഞില്ല. മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും എടുത്തു പറഞ്ഞില്ല. സമ്പത്തിൻ്റെ കാര്യം പ്രത്യേകം അല്ലാഹു ഇവിടെ ഉണർത്തുകയാണ്. ആ സമ്പത്ത് ചെലവഴിക്കണടുത്ത്, അതാണ് ഇതിൻ്റെ മുമ്പിലുള്ള ആയത്തൊക്കെ അമ്മാമൻ ബഹില എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത്. അമ്മാമൻ അയത്താവത്തക്ക അമ്മാമൻ ബഹില വസ്തഗന എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയല്ലോ. അപ്പം ആ സമ്പത്ത് ചെലവഴിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ പരിശുദ്ധി, നമ്മുടെ തസ്കിയത്ത് ശരിക്കും അളക്കാൻ പറ്റുക എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സമ്പത്ത് രഹസ്യമായി ചെലവഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുനിയാവിലും പരലോകത്തിലും ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റും, അല്ലേ? ഒരാൾക്ക് വേണമെങ്കിൽ അയാൾക്ക് സദക്ക കൊടുക്കുമ്പോൾ, സക്കാത്ത് കൊടുക്കുമ്പോൾ പരസ്യമായി കൊടുക്കാം, രഹസ്യമല്ലാതെ തന്നെ. എന്താ തെളിവ്?
ഒരാൾ തൻ്റെ സദക്കകളൊക്കെ പരസ്യമായി കൊടുക്കുകയാണെങ്കിൽ അത് നല്ലത് തന്നെ. വ ഇൻ തുഖ്ഫൂഹാ വതുഅ്തു അൽ ഫുഖറാഅ ഫഹുവ ഖൈറുൽ ലക്കും. ഇനി അതിനെ നിങ്ങൾ രഹസ്യമാക്കി ആരും അറിയാതെ വലത് കൈ കൊടുക്കണ ഇടത് കൈ അറിയാതെ രൂപത്തിൽ രഹസ്യമാക്കി കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. എന്താ കൊണ്ട് കിട്ടണത്? വയുക്കഫിർ അൻകും മിൻ സയ്യിആതിക്കും. നിങ്ങളുടെ പാകപ്പിഴവ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പാകപ്പിഴവുകളും തെറ്റുകളും ഒക്കെ വന്നിട്ടുണ്ടാവും. എന്താ ഈ സയ്യാത്ത് അറിയണത്? നമ്മൾ നിസ്കാരത്തിൽ തന്നെ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്, ആ നിസ്കാരത്തിൽ ഒരു പാകപ്പിഴവ് വന്നിട്ടുണ്ടാവും. നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്, ആ നോമ്പ് ചിലപ്പോൾ പരിപൂർണ്ണമാവില്ല. നമ്മളെ നാവുകൊണ്ട് വേറെ ആരെങ്കിലുമൊക്കെ ചീത്ത പറയേ അസഭ്യം പറയേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തകരാറ് വന്നിട്ടുണ്ടാവും. ഇത്തരം തകരാറുകളൊക്കെ പാകപ്പിഴവുകളൊക്കെ എന്ത് ചെയ്യും? ഈ സദക്കയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊക്കെ അറിയും എന്നുള്ളത്. അപ്പം സമ്പത്ത് ചെലവഴിക്കുമ്പോൾ അത് രഹസ്യമായി ചെലവഴിക്കലാണ് ഏറ്റവും ഉത്തമം എന്നതാണ് ആ ആയത്ത് പറയുന്നത്. പിന്നെ അതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത് അന്ത്യനാളിൽ ഏറ്റവും ശക്തമായ ചൂടുണ്ടാവുന്ന ആ രംഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ചൂടിൽ നിന്ന് ശമനം നൽകാൻ നമ്മുടെ സമ്പത്ത്, നമ്മൾ ചെയ്ത സദക്ക അവിടെ വരും എന്നുള്ളതാണ്. എന്താ തെളിവ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാൽ സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ലാ ദില്ല ഇല്ലാ ദില്ലുഹു. 7 ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലേകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ആ തണൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ 7 വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞത് ഏതാ? ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണകർത്താവ്. രണ്ടാമത് പറഞ്ഞത് ഷാബുൻ നശഅ ഫി ഇബാദത്തില്ല, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് വളർന്നു വരുന്ന ഒരു യുവാവിന്. നോക്കി നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പ്രയോഗം. യുവത്വ കാലഘട്ടത്തിൽ എല്ലാ വേണ്ടാത്തൊരു മനുഷ്യനിങ്ങനെ പ്രേരണ നൽകും അല്ലേ? അപ്പം അള്ളാഹിൻ്റെ റസൂൽ പറയാ, ആ യുവത്വകാലം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് പള്ളിയിൽ പോയൊക്കെ നിസ്കരിച്ച് നല്ല കുട്ടിയായി വളർന്ന ഒരു യുവാവിന് എന്തുണ്ടാവും? ഹർഷിൻ്റെ തണലുണ്ടാവും. മറ്റൊന്ന് വറജുലും കൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, ഒരു മനുഷ്യൻ അയാളുടെ മനസ്സ് എപ്പോഴും പള്ളിയായിട്ട് ഇങ്ങനെ അറ്റാച്ച് ആവുന്ന അല്ലേ? പള്ളിൻ്റെ കാര്യം, ആ പള്ളി അവിടെ എന്ത് കേടുന്നോ ഇങ്ങനെ ഉണ്ടോ, പിന്നെ അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പള്ളിയായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. മറ്റൊന്ന് വറജുലാനി തഹബ്ബാ ഫില്ലാ ഇജ്തമാ അലൈഹി വ തഫറഖ അലൈഹി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന 2 മനുഷ്യന്മാർ. ആ മനുഷ്യന്മാർ ഒരുമിച്ച് കൂടിയതും ആ ഇസ്ലാമിന് വേണ്ടിയാണ്, അയാൾ വേർപിരിഞ്ഞതും ഇസ്ലാമിൻ്റെ കാര്യത്തിലാണ്. അങ്ങനെയുള്ള 2 ആളുകൾക്ക് എന്ത് ചെയ്യും? സ്വർഗത്തിൻ്റെ പിന്നെ അർശിൻ്റെ തണൽ കിട്ടും എന്നുള്ളതാണ്. മറ്റൊന്ന് വറജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, കുലീനതയും അതേപോലെ തന്നെ സ്ഥാനവും മാനവും ഒക്കെ ഉള്ള സുന്ദരിയായ ഒരു സ്ത്രീ വേണ്ടാവൃത്തിക്ക് വിളിച്ചിട്ട് ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലേ? ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഇപ്പം ഇങ്ങനെ പറഞ്ഞപ്പം ആ ഹുസൈൻ സാഹിബ് എന്നോട് ഇങ്ങനെ പറയാം അല്ലേ, ആ ദുബായ് റോട്ടിൽ നിന്ന് ഇങ്ങനെ ആളെ മാടി സ്ത്രീകൾ വിളിക്കുന്ന. അപ്പം ആലോചിക്കുക, അള്ളാഹിൻ്റെ റസൂൽ എത്ര കൊല്ലം മുമ്പാ അത് പറഞ്ഞത്? അള്ളാഹിൻ്റെ റസൂല് 1400-ലധികം കൊല്ലം മുമ്പ് പറയാ എന്ത്? കുലീനതയും ചൊറുക്കും ഭംഗിയൊക്കെ ഉള്ള യുവതികള് നിങ്ങളെങ്ങനെ പോകുമ്പോൾ മാടി വിളിക്കും. എന്നിട്ട് അപ്പം വിളിക്കുമ്പോൾ ഇന്നി അഖാഫുല്ലാ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഓനർശിൻ്റെ തണലേകും എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ പച്ചയായി കാണുന്ന രംഗാപ്പതൊക്കെ അല്ലേ? പ്രത്യേകിച്ചും ഗൾഫിലൊക്കെ പച്ചയായി കാണാം. രണ്ടാമത് പിന്നെ പറയുന്നതോ വറജുലൻ തസദ്ദഖ ബിസദഖ ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ പോലും അറിയാത്ത രൂപത്തിൽ രഹസ്യമായി സദക്ക കൊടുക്കുന്ന മനുഷ്യനാണ് ഹർഷിൻ്റെ തണലേകുന്ന. ഇതാണ് ഇപ്പം നമ്മളെ വിഷയം. മറ്റൊന്ന് വറജുലുൻ സക്കറല്ലാഹ ഖാലിയൻ ഫഫാലത്ത്, ഒഴിഞ്ഞിരുന്നുകൊണ്ട് തഹജ്ജുദിൻ്റെ ഒക്കെ ആ സമയത്ത് ഒഴിഞ്ഞിരുന്നുകൊണ്ട് പടച്ചോൻ ചെയ്തു തന്ന അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് ഒരു നേരം കണ്ണീരൊൽപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹാഭാഗ്യമാണ്. നമ്മൾ സുബഹിക്ക് എണീക്കാത്ത നമ്മൾ എങ്ങനെ തഹജ്ജുദിന് എണീച്ചിട്ടൊന്ന് കരയാൻ കഴിയില്ല. കാരണം കടുത്തുപോയി നമ്മുടെ ഹൃദയം. അപ്പോൾ സഹോദരന്മാരെ, മാറ്റം വരണം. നമ്മൾ തഹജ്ജുദിന് എണീച്ചിട്ട് റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹത്തെ പറ്റിയൊക്കെ ഒന്ന് ഓർത്തിട്ട് അല്ലേ, ഇങ്ങനെ നടക്കാൻ കഴിയുക, ഇങ്ങനെ ചലിക്കാൻ കഴിയുക, ജോലിക്ക് പോകാൻ കഴിയുക, വേതനം വാങ്ങാൻ കഴിയുക അല്ലേ,
ആലോചിച്ച് നോക്കൂ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ കാലിനൊക്കെ സുഖമില്ലാതെ നടക്കാൻ കഴിയാത്ത എത്ര ആളുകളുണ്ട്. ജോലി ഒക്കെ എല്ലാം അറിയാം, പക്ഷേ ജോലിക്ക് പോകാൻ കഴിയാത്ത എത്ര ആളുകളുണ്ട് അല്ലേ? ജോലി ചെയ്തിട്ട് തന്നെ ശമ്പളം കിട്ടാത്ത എത്ര ആളുകളുണ്ട്. അതൊന്നുമില്ലാതെ നമുക്ക് ഇങ്ങനെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരുമ്പോൾ പടച്ചോൻ്റെ അനുഗ്രഹത്തെ പറ്റി ഇങ്ങനെ ഓർത്തുകൊണ്ട് ഒന്ന് കരയാൻ, ഒന്ന് തഹജ്ജുദ്, ഒന്ന് സുജൂദ് ചെയ്ത് പടച്ചവനോട് പ്രാർത്ഥിക്കാൻ നമുക്കാർക്കെങ്കിലും സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ വിഭാഗത്തിൽ നമ്മൾ പെടും. അവിടെയാണ് 7 വിഭാഗത്തിന് അർശിൻ്റെ തണലേകും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്നിൽ ഞാനുങ്ങളുണ്ടോ എന്ന് നമ്മളൊന്ന് സെർച്ച് ചെയ്യണം എന്നതാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കും. അപ്പോൾ നമ്മുടെ വിഷയം എന്തിനാപ്പം ഞാൻ ഹദീസ് കൊണ്ടുവന്നത്? രഹസ്യമായി കൊടുക്കണ സദക്ക. നിങ്ങൾ ഈ സദക്ക എന്നൊക്കെ പറയുമ്പോൾ കുറേ പൈസ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണമെന്നില്ല. കുറേ പൈസ കൊടുക്കലും നല്ല സദക്ക. നമ്മളെടുത്ത് എന്താണോ ഉള്ളത് അല്ലേ? ഞാനൊരു കുബുസ് തിന്നുമ്പം അടുത്തിരിക്കണവന് ആ കുബുസിൻ്റെ ഒരു കഷ്ണം കൊടുത്താൽ മതി നിങ്ങൾ അല്ലേ? ഞാനൊരു പിന്നെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് മറ്റോനെ ഒന്ന് സഹായിച്ചാൽ മതി നിങ്ങൾ. അത് വെറും സമ്പത്തിൽ മാത്രമല്ല അല്ലേ? നമ്മൾ പോണ വണ്ടിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറ്റോനെ ഒന്ന് വേക്കിലിരുത്തി കൊണ്ടുപോയാൽ മതി. ഏറ്റവും വലിയ സദക്കയാണത്. ആലോചിച്ച് നോക്കും നിങ്ങൾ. സദക്ക എന്ന് പറയുമ്പോൾ ദീനാറൊന്ന് അന്നാറിന് കൊടുക്കണ അല്ല സദക്ക. എല്ലാ A മുതൽ Z വരെ നമ്മൾ മറ്റൊരാളെ സഹായിക്കണമൊക്കെ സദക്ക. ഒന്നുമില്ലെങ്കിൽ ചിരിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ? കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്നാണ് പുഞ്ചിരിക്കാൻ. തബസ്സുമു സദക്ക എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ഒരു പുഞ്ചിരി. എൻ്റെ സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിക്കണത് സദക്കയാണ്. സദക്കൻ്റെ കൂലി കിട്ടും എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കുങ്ങൾ. വാളുകൾ പോകുന്ന വഴിയിൽ നിന്ന് ഇമാത്തത്തുല്ലത അനിത്വരീക്ക് സദക്കാന്ന അല്ലേ? വഴിയിലൂടെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കണം, മുള്ളും കെട്ടോ കുപ്പിച്ചില്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തട്ടി മാറ്റി ദുബാലേക്ക് ഇടുന്നത് സദക്കയാണ്. ആലോചിച്ച് നോക്കുങ്ങൾ. ഇതൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാ. ചിലപ്പോൾ ദീനാറ് കൊടുക്കാൻ നമ്മളെത്ത് ഉണ്ടാവില്ല അല്ലേ? നമ്മളെ ചിലവൊന്നും കഴിഞ്ഞാൽ അവളെ ഒന്നും ഉണ്ടാവലത്ത് ആളുകളൊക്കെ ഉണ്ടാവും, ഇല്ലോലും ഉണ്ടാവും. അപ്പം എന്താണോ കഴിയണത് അതിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കുക. ആ കൊടുത്തത് പടച്ചോനോട് പറയാ, പടച്ചോനെ ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് പടച്ചോനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്തുക്ക എന്ന ആ ഗണത്തിൽ പെടാം. അപ്പോൾ അത്തുക്കയാവാൻ കുറേ സമ്പത്ത് ഉണ്ടാവണം എന്നില്ല എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത് അല്ലേ? അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ പറയുന്നത് വഅൻഫിഖൂ മിമ്മാ റസഖനാക്കും. പക്ഷേ ഈ ബോധം നമുക്കൊക്കെ വരും. എപ്പോഴാണത്? മരണം ഇങ്ങനെ കണ്ണു മുമ്പിൽ ഇങ്ങനെ കാണുമ്പോൾ ഇനിയിപ്പോൾ രക്ഷല്ല, എന്തായാലും ആ മലക്കെന്നെ പിടിച്ചേ പോവൂ എന്ന് നമ്മൾ ഉറപ്പിക്കണ ഒരു രംഗമുണ്ട് എന്നാ. എന്താ തെളിവ്? വഅൻഫിഖൂ മിമ്മാ റസഖനാക്കും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. മരണം നിങ്ങളിൽ ഒരാൾക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിക്കണം. ഫയഖൂൽ, മരണം വന്നെത്തുമ്പോൾ പറയും എന്ത്? റബ്ബിലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്. പഠിച്ചോനെ ഒരിത്തിരി സമയം, ഒരു കുറഞ്ഞ സമയം പഠിച്ചോനെ എനിക്ക് നൽകിയിരുന്നെങ്കിൽ ഫഅസ്വദ്ദക. ആ മനുഷ്യൻ്റെ ഒന്നാമത്തെ വാക്ക് ഞാൻ സദക്ക കൊടുക്കും പഠിച്ചോനെ അല്ലേ? വഅകും മിനസ് സാലിഹീൻ, ഞാൻ നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ പെടും പഠിച്ചോനെ എന്ന് അയാൾ പറയുന്നു. അപ്പം മരണം കൺമുമ്പിൽ കാണുമ്പോൾ അയാൾക്ക് ഒന്നാമതായി വരുന്ന ബോധം സദക്ക കൊടുക്കാനാവുന്ന. അപ്പം അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുഅ്തി മാലഹു യതദക്ക എന്ന് പറയുന്നത് ഉള്ളത് അല്ലേ? ഈ ആയത്ത് കേട്ടപ്പോൾ മഹാനായ ഒരു സഹാബിയുണ്ട്, അബൂ തൽഹ റളിയല്ലാഹു അൻഹു. ഇന്ന് കാണുന്ന മസ്ജിദ് നബവിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ബൈറൂഹ എന്ന് പറഞ്ഞ തോട്ടം ഉണ്ടായിരുന്നു. അയാൾക്ക് നല്ല വരുമാനം കിട്ടിയിരുന്ന നല്ല ഏറ്റവും സുന്ദരമായ ഏറ്റവും നല്ല വിലപിടിപ്പുള്ള തോട്ടമാണ് ഇത് ബൈറൂഹ. മസ്ജിദ് നബവിയുടെ ഓപ്പോസിറ്റ് ആ നിലകൊണ്ടിരുന്ന അത് അബൂ തൽഹ എന്ന് പറയുന്ന ഒരു സഹാബിയുടേതായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിന് ആയത്തിറങ്ങി. എന്താ ആയത്തിറങ്ങിയത്? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബുന. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടവും ആഗ്രഹമുള്ള കാര്യത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം കിട്ടൂല എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് ആ ബൈറൂഹ തോട്ടമാണ്. അതിൻ്റെ വരുമാനം ഇഷ്ടം പോലെയാണ് അല്ലേ? അത് കാണാൻ തന്നെ സുന്ദരമാണ്. അതിലെ ആളുകൾ ഇങ്ങനെ നോക്കിയിട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിലാണ് ആ തോട്ടത്തിൻ്റെ രംഗമൊക്കെ, കായ്ക്കനികളൊക്കെ. അതുകൊണ്ട് ആ തോട്ടം ഞാൻ ദാനം ചെയ്യാൻ സദക്ക കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു റസൂലേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും നല്ല ലാഭം കിട്ടുന്ന പരിപാടിയാണത്. അങ്ങനെ അദ്ദേഹത്തോട് തന്നെ
തൻ്റെ ഏറ്റവും അടുത്ത ആളുകൾക്ക് അത് വീതിച്ചു കൊടുക്കാൻ വേണ്ടി അബൂ തുൽഹ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടു. അപ്പോൾ അത്രയും പുണ്യമുള്ള കാര്യമാണ് സ്വതക്ക. സഹാബത്തിൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരായത്തിറങ്ങുമ്പോൾ അവരത് പ്രാക്ടിക്കലാക്കി ഇങ്ങോട്ട് മാറ്റും എന്നുള്ളതാണ് അത് നമ്മെ പഠിപ്പിക്കണം. മാത്രമല്ല, വെള്ളം തീയിനെ എങ്ങനെ കെടുക്കുമോ അതേപോലെ റബ്ബിൻ്റെ കോപത്തെ കെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത് സദക്ക എന്ന് പറയുന്നത് അല്ലേ. വെള്ള തീപിടുത്തുണ്ടെങ്കിൽ വെള്ളം അടിച്ചിട്ടല്ലേ ഇവിടെയൊക്കെ എടുക്കണേ അല്ലേ. അതേപോലെ അള്ളാഹുവിൻ്റെ കോപത്തെ തടുക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് പിന്നെ സദക്ക എന്ന് പറയുന്നത് എന്നുള്ളത്. അതിലപ്പുറം ദുനിയാവ് വെച്ചിട്ട് തന്നെ അള്ളാഹു താല എന്തെങ്കിലുമൊക്കെ മുസീബത്തും ഷെറും നമുക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ മുസീബത്തിൽ നിന്ന് നമ്മളെ മെല്ലെ അങ്ങോട്ട് തെന്നി മാറ്റിയത് നമ്മൾ സദക്ക തന്നെ. ഈ ഒരു സ്വഭാവം ഇവിടെ കാണാം. കുവൈത്തികളെ ശരിക്കും നിങ്ങൾ പരിശോധിച്ചാൽ കാണാം അല്ലേ. എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കും, അരയിനാറോ ഖാദിനാറോ 100 വിൽസോ ഒക്കെ ഇങ്ങനെ കൊടുക്കണതാണ്. എങ്ങനെയാണ് ആ സ്വഭാവം? നമ്മളിൽ ആ സ്വഭാവത്തില്ലാനും എങ്ങനെ ഇല്ലാതായി പോയത്? ഒരുപക്ഷെ നമ്മുടെ ദാരിദ്ര്യമായേക്കാം അള്ളാഹുവേലം. പക്ഷേ ഈ ഒരു സ്വഭാവം കണ്ടു നിങ്ങൾ ഏത് വാടക്ക് താമസിക്കണവനും എന്തെങ്കിലും ഒന്ന് കൊടുക്കും, 1 രൂപ ദീനാർ മറ്റവന് അല്ലേ. ഒരു അർബാന ഉന്തി കൊണ്ടുപോയാലും എന്തെങ്കിലും ഒന്ന് ഉന്തി കൊണ്ടുപോകുന്ന ആൾക്ക് കൊടുക്കും. അത് ഏറ്റവും കാരണം എന്താ? എന്തെങ്കിലും ഒരു മുസീബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെച്ചിട്ട് അത് തട്ടി മാറ്റാൻ എന്തിനു സാധിക്കും? ഈ സദക്കക്ക് സാധിക്കും. വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുഅ്തി മാലഹു യതദക്ക. അതുകൊണ്ടാണ് പരമഭക്തനായ ആളെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷനായി എടുത്തു പറഞ്ഞ ഒരുപാട് കാര്യമുണ്ട്. സ്കാരും അജ്ജു സക്കാത്തൊക്കെ ഉണ്ടായിട്ടും ഈ സദക്കനെ എടുത്തു പറയാനുള്ള കാരണം അതാണ് എന്നുള്ളതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, സദക്കയുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സദക്കയാണ് ജാരിയായ സദക്ക എന്ന് പറഞ്ഞത്. നമ്മൾ മരിച്ചാലും നമ്മളെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്താണ്? ഇതാ മാത്തൽ ഇബ്നു ആദം, ഒരു മനുഷ്യപുത്രൻ മരിച്ചു കഴിഞ്ഞാൽ ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാത്ത്, 3 കാര്യം വെച്ച് ബാക്കിയൊക്കെ എന്താവും? മുറിഞ്ഞു പോകും. അതിലൊന്ന് പറയണ എന്താ? സദക്കത്തുൻ ജാരിയ, നിലനിൽക്കണ സദക്ക. നമ്മൾ കൊടുത്തത് മരിച്ചാലും നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള സമയം അല്ലേ. എന്നാ മതി. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.